ഹായ് ഫ്രണ്ട്സ്, മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാളയംകോടൻ പഴം വെച്ച് ഒരു ജാമാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് 1 കിലോ പഴം, ഒരു 600 ഗ്രാം പഞ്ചസാര, ഒരു നാരങ്ങയുടെ നീര്. അപ്പോൾ ഇത് ഒരു കുക്കറിനകത്തോട്ടാക്കി ഇതിന് ഇത് പഴം മുങ്ങിക്കിടത്തൊക്കെ വേണം പച്ചവെള്ളം കൂടെ ഒഴിച്ച് 2 വിസിൽ കേൾക്കണം. 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളിതിനെ എടുത്ത് മാറ്റി അരിച്ചെടുക്കണം. അപ്പം ഒരുപാട് പഴുത്തു പോകാനും പാടില്ല, എന്നാൽ നമ്മൾ കഴിക്കുന്ന പരുവമായിരിക്കണം. പഴുക്കാത്ത പഴം എടുത്താലും കളറ് കിട്ടത്തില്ല. അപ്പം അരിച്ചെടുക്കുകയാണ്. ഇനി ഇത് കുക്കറിനകത്തുനിന്ന് മാറ്റി അരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ആ നീര് മാത്രം മതി, മറ്റേതങ്ങ് കളയാം നമുക്ക്. എന്നിട്ട് ഇത് ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കണം. കൈവിടാതെ ഹൈ ഫ്ലെയിമിൽ ഇളക്കണം. ഇപ്പോൾ ഇതൊന്ന് പാനിനകത്തോട്ട് മാറ്റി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഞാൻ ഈ പഞ്ചസാര, ഒരു 700 ഗ്രാം പഞ്ചസാരയോളം വേണ്ടി വരും. പക്ഷേ ഞാനൊരു 600 ഗ്രാമേ ചേർത്തോളൂ. മധുരം കുറവാണെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ച്. ചിലപ്പോൾ 700 ഗ്രാം ചേർക്കുമ്പോൾ ഒരുപാട് മധുരം ആയിപ്പോവും. അപ്പോൾ കൈവിടാതെ ഇളക്കണം. അപ്പം കറക്റ്റ് പരുവമെന്ന് പറഞ്ഞാൽ പഴം ഒരുപാട് തൊലി കറുത്ത പഴം എടുക്കുകയേ ചെയ്യരുത്, പഴുക്കാത്ത പഴവും എടുക്കരുത്. അപ്പോൾ ഇതിനകത്തോട്ട് പഞ്ചസാരയും ചേർത്ത് ആ ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക്. ഇനി കൈവിടാതെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കണം. ഇളക്കി ഇത് കുറുകിയുണ്ടായി പതഞ്ഞ് വരും, പത പോലെ വരും. ഇപ്പം ഞാൻ ഒരു പാത്രത്തിൽ ഇത് കാണിച്ചു തരാം. ഒരു കളറൊന്നും ചേർത്തിട്ടില്ല, വേറെ ഒരു സാധനവും ഇതിനകത്ത് ചേർത്തിട്ടില്ല. പഞ്ചസാര കോരി ഞാൻ കാണിച്ചു തരാം. നല്ല ചുമപ്പ് കളറാണ്, നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ പഴത്തിന് പഴുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ കളർ കിട്ടത്തില്ല. ഞാൻ നേരത്തെ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എനിക്ക് വെള്ള ജാമാണ് കിട്ടിയത്, വെള്ള കളറില്ല. പക്ഷേ നമ്മൾ കറക്റ്റ് പരുവത്തിനുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഈ കളറ് തന്നെ കിട്ടും. അപ്പോൾ ഏതാണ്ട് വറ്റി വരികയാണ്. നമ്മളിങ്ങനെ കോരി ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സ്പൂണൊന്ന് വിട്ട് വരണം. ഷീറ്റ് പോലെ ഇങ്ങനെ വിട്ട് തുള്ളിയായിട്ട് വീഴുന്ന മാത്രമല്ല, ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഓഫ് ചെയ്യണം. ഒരുപാട് കട്ടിയായിപ്പോയാൽ ജാം പിന്നെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നൂൽ പരുവം പോലെ ആയിപ്പോവരുത്. ഇങ്ങനെ തുള്ളിയാ വീഴുന്ന പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പരുവാകുമ്പോൾ അങ്ങ് നിർത്തണം. തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് നമ്മളിതിനെ പിന്നെ അടച്ചു വയ്ക്കണം. ഈ പരുവൊക്കെ ആകുമ്പോൾ നമ്മളങ്ങ് നിർത്താം. കാരണം എന്ന് പറഞ്ഞാൽ തുള്ളിയാ വീഴുന്നുണ്ട്, ഇങ്ങനെ കൊഴുകൊഴ നമ്മളെ വിട്ട് വീഴുന്ന പരുവാകുമ്പോഴത്തേക്ക് നമ്മളതങ്ങ് നിർത്തണം. ഇനി ഒരുപാടായിക്കഴിഞ്ഞാൽ ഈ ജാം എടുക്കാൻ പറ്റത്തില്ല, കട്ടി ഓയിലായി പോകും. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് അവസാനം വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി തീ ഓഫ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നല്ല ചുവപ്പ് കളറിലെ ജാമാണ്. ഞാൻ പഴുക്കാത്ത പഴം വെച്ചുണ്ടാക്കി, നല്ലപോലെ പഴുക്കാത്ത പഴം വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എനിക്ക് വെള്ള ജാമാണ് കിട്ടിയത്. ഇത് കറക്റ്റ് പരുവത്തിനുള്ള ജാമായതുകൊണ്ട് നല്ല ചുവപ്പ് കളറാണ്. ഇനി ഒരു പാത്രത്തിലോട്ട് ഞാനിത് നിങ്ങളെ മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ കറക്റ്റ് പരുവമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, കട്ടിയായി പോകും. അപ്പം അതേ പരുവത്തിലായതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും എനിക്കിത് വീട്ടിൽ പഴുത്ത പഴമാണ്, ഒരുപാട് വലിയൊരു കൊലയായിരുന്നു. അപ്പോൾ പഴുത്ത പഴം ഒരുപാട് ബാക്കി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ജാമായിട്ടുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. വേറെ ഒന്നും കളറൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, അത് ഉണ്ടാക്കി നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.